ഹായ് ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ മറ്റൊരു പുതുപുത്തൻ പ്രൊമോ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രൊമോയിൽ വിക്രമിൻ്റെ തനി പകർപ്പോട് കൂടിയ ഗൗരിമോളുടെ മാസ് പ്രകടനം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ പ്രൊമോനേക്കാളും അടിപൊളി ഒരു പ്രൊമോ തന്നെയാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രൊമോയിൽ ഒരു പക്ഷേ വിക്രമിനെ കാണിച്ചിട്ടില്ല, എന്നാൽ ഈ ഒരു പ്രൊമോയിൽ ഫുൾ വിക്രമും മോളും തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ തരുൺ ആൻഡ്രൂ സാറെ പോയി കാണുന്നുണ്ട്. എന്നിട്ട് മോളെ ഫുൾ ടൈം നോക്കാൻ പറ്റുന്ന ഒരു ബോഡി ഗാർഡിനെ വേണം, മോളുടെ ജീവൻ രക്ഷിക്കാനുള്ള, മോളുടെ ജീവൻ അപകടത്തിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആൻഡ്രൂ സാറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെയാണ് ആൻഡ്രൂ സാറ് വിക്രമിനെ ഈ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നത്. എന്നാൽ വേദയാണെങ്കിലോ ഇക്കാര്യങ്ങളൊന്നും അറിയുന്നില്ല. തരുണ് ഇങ്ങനെ ഒരു ബോഡി ഗാർഡിനെ ചുമതലപ്പെടുത്തിയ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ഇനി അറിഞ്ഞാൽ തന്നെ വേദയ്ക്ക് അതാണെങ്കിലും ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ തരുണാണെന്നുണ്ടെങ്കിൽ അന്ന് ഡൽഹിയിൽ വിറപ്പിച്ചൊരു തരുണല്ല ഇപ്പോൾ കാണാൻ പറ്റുന്നത്. കാരണം മോള് വന്നതിന് ശേഷം തരുണിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ദേവരാജനുമായിട്ട് വേദ നേരിട്ട് ഏറ്റുമുട്ടിയത് കൊണ്ട് തന്നെ ഇനി മോളുടെ ജീവന് എന്തായാലും ഭീഷണിയാവും എന്നുള്ളൊരു വല്ലാത്തൊരു ഭയം തരുണിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് വിക്രം ഈ ഗൗരിമോളുടെ അടുത്തേക്ക് കടന്നു വരുന്നത്. വേദയുടെ സമ്മതമൊന്നും തരുൺ നോക്കുന്നില്ല. തരുൺ ഒറ്റയ്ക്ക് തന്നെ തീരുമാനങ്ങൾ എടുക്കുകയാണ്. കാരണം തരുണിൻ്റെ മനസ്സിൽ തരുണിൻ്റെ മകളാണല്ലോ ഗൗരിമോള്. അതുകൊണ്ട് തന്നെ തരുണിന് സ്വന്തമായിട്ടൊരു തീരുമാനമൊക്കെ എടുക്കുകയാണ്. തരുണിൻ്റെ ഇത്തരത്തിലുള്ള നിലപാടുകൾ വേദയെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തരുണിൻ്റെ അമ്മ വേദയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഉള്ളിലൂടെ ചരട് വലിക്കുന്നുണ്ട്. കാരണം തരുണിൻ്റെ അമ്മയ്ക്ക് വേദ ഇനി മരുമകളായി വന്നാൽ കൊള്ളാമെന്നുണ്ട്. കാരണം തരുണിന് ഇനി ഒരു പുതിയ ജീവിതം ഉണ്ടാവണം എന്നൊക്കെ അവരൊരുപാട് ആഗ്രഹിക്കുന്നത് പോലെയൊക്കെയാണ് തോന്നുന്നത്. കാരണം തരുണിൻ്റെ ജീവിതത്തിൽ നിന്നും ഇനി ഗൗരിമോളെ അടർത്തി മാറ്റുക എന്നുള്ളത് ആ അമ്മയ്ക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അമ്മ ഇങ്ങനെ ഒരു നിലപാടൊക്കെ എടുക്കുന്നത്. അങ്ങനെ ആൻഡ്രൂ സാർ പറഞ്ഞതനുസരിച്ച് വിക്രം കൊച്ചിനെ നോക്കാനുള്ള ഒരു തീരുമാനമൊക്കെ എടുക്കുകയാണ്. അങ്ങനെ മാഷിൻ്റെ അടുത്ത് പറയുന്നൊക്കെ ഉണ്ട്. പക്ഷേ മാഷിനാണെങ്കിലും അതൊരൊട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. കാരണം വിക്രം വീണ്ടും ഒരു അപകടത്തിൽ ചെന്ന് ചാടും എന്നൊരു ഭയം മാഷിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. പക്ഷെ വിക്രം പറയുന്നുണ്ട്, എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അറിഞ്ഞിട്ട് ആരെനിക്ക് നല്ലൊരു ജോലി തരാനാണ്, ഇങ്ങനെ വലിയ വലിയ ആളുകളൊക്കെ ആയിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുന്നത് നല്ലതല്ലേ, അതുകൊണ്ട് പോകുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളതൊക്കെ മാഷെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട് വിക്രം. അങ്ങനെ വിക്രം ഗൗരിമോളെ നോക്കാൻ വരുന്ന സമയത്ത് വേദ അവിടെ വീട്ടിലില്ല. അവൾ ജോലിക്ക് പോയതാണല്ലോ, ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. അങ്ങനെ ജോലിക്കാരി വിക്രമിൻ്റെ കാര്യങ്ങളൊക്കെ ഗൗരിമോളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ പറയുന്നുണ്ട്, ഇതൊരു സാധാരണ ബോഡി ഗാർഡല്ല, ഭൂതം എന്നുള്ള രീതിയിലൊക്കെ ഗൗരിമോളെ പറഞ്ഞു പേടിപ്പിക്കുന്നുണ്ട് ആ ജോലിക്കാരി. അങ്ങനെ വിക്രം വരുന്നത് ഗൗരിമോള് ജനാലിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ മോൾക്ക് അതൊരു രാക്ഷസനൊക്കെ ആയിട്ടാണ് കേട്ടോ തോന്നുന്നത്. പക്ഷേ വിക്രമാണെങ്കിലോ താടിയും മുടിയൊക്കെ വടിച്ച് നല്ല ചുള്ളനായിട്ടാണ് വരുന്നത്. അങ്ങനെ വിക്രമിനെ കണ്ട പാടന്നെ ഗൗരിമോള് ഓടിപ്പോയിട്ട് ഒരു വാട്ടർ ഗൺ എടുത്തുകൊണ്ട് വരികയാണ്. മോളകത്ത് പോയ ആ ഒരു സമയത്ത് തരുൺ വരുന്നുണ്ട് കേട്ടോ. തരുൺ വിക്രമിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുകയാണ്. അങ്ങനെ വിക്രം പരിചയപ്പെടുത്തുന്നുണ്ട്. ആൻഡ്രൂ സാർ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, ഒരു ബോഡി ഗാർഡിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തരുണിന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിനിടയിലാണ് മോള് ഒരു വാട്ടർ ഗണ്ണ് എടുത്ത് വിക്രമിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത്. അങ്ങനെ മോള് വാട്ടർ ഗണ്ണ് എടുത്തിട്ട് വിക്രമിൻ്റെ നേരെ വെടിവെക്കുകയാണ്. വിക്രമാണെന്നുണ്ടെങ്കിൽ ഗൗരിമോളുടെ ആ ഒരു ഇഷ്ടത്തിന് നിന്ന് കൊടുക്കുകയാണ്. അങ്ങനെ വെടികൊണ്ട് താഴെ വീഴുന്നതായിട്ടൊക്കെ വിക്രം അഭിനയിക്കുന്നുണ്ട്. പക്ഷേ ഗൗരിമോൾക്ക് ഒരു രാക്ഷസനെ വീഴ്ത്തിയ അതേ ഒരു തോന്നലാണ് വിക്രം താഴെ വീഴുമ്പോൾ തോന്നുന്നത്. ഇതൊക്കെ കണ്ടിട്ട് തരുൺ ആകെ ഇങ്ങനെ അന്തം വിട്ട് നെട്ടിത്തെരിച്ച് നിൽക്കുകയാണ്. ആ ഒരൊറ്റ സീനോട് കൂടിയിട്ട് തന്നെ വിക്രം മോളെ ആകെ കീഴ്പ്പെടുത്താണ് കേട്ടോ. ഗൗരിമോൾക്കാണെന്നുണ്ടെങ്കിൽ വിക്രമിൻ്റെ ഈ കാണിക്കലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ്. ഗൗരിമോള് പെട്ടെന്ന് തന്നെ വിക്രമായിട്ട് കൂടുതൽ കൂട്ടാവുകയാണ്. അന്നേരം തരുണാണെന്നുണ്ടെങ്കിലോ എന്താ മോളെ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ വാട്ടർ ഗണ്ണൊക്കെ വാങ്ങിച്ച് വെക്കുന്നൊക്കെ കാണുന്നുണ്ട്. ഈ ഒരൊറ്റ സംഭവത്തോട് കൂടിയിട്ട് തന്നെ തരുണിന് മനസ്സിലാവുന്നുണ്ട്, എന്തായാലും ഗൗരിമോൾക്ക് പറ്റിയ ആൾ തന്നെയാണ്, കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റിയ ആളാണ് വിക്രം എന്നുള്ള കാര്യങ്ങളൊക്കെ തരുൺ മനസ്സിലാക്കുകയാണ്. എന്തായാലും ഇനി വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകൾ തന്നെ ആയിരിക്കും. കാരണം വിക്രവും മോളുമായിട്ടുള്ള ആ ഒരു കൂട്ട്, മോളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും മോളുമായിട്ട് അടുക്കുന്നതും അത്തരം രംഗങ്ങളൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.